അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. പത്തനംതിട്ട കോന്നി ചെങ്ങറയിൽ കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട ഇലക്ട്രിക് കാറിന് തീപിടിച്ചു. കാർ മതിലിടിച്ചാണ് തീപിടിച്ചത്. കാർ ഡ്രൈവർ ജിബിൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, എവിടെയാണ് സംഭവം നടന്നിരിക്കുന്നത്? കാട്ടുപന്നി കുറുകെ ചാടി, അപ്പോൾ വണ്ടിയുടെ നിയന്ത്രണം വിട്ടു പോയി ഇടിച്ചുടനെ തീ പിടിച്ചോ? ഇതാണ് ആ ദൃശ്യങ്ങൾ. അയ്യോ, വണ്ടി ഒരു പരിവായല്ലോ. മതിലിടിച്ചപ്പോഴേക്ക് വണ്ടി തീ പിടിച്ചോ? ഇലക്ട്രിക് വണ്ടിക്ക് ഇങ്ങനൊരു പണി കൂടി ഉണ്ടോ? എന്താണ് സംഭവം പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. എറണാകുളത്ത് നിന്നും ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. പത്തനംതിട്ട കോന്നി ചെങ്ങറ ഭാഗത്ത് വെച്ചാണ് ഒരു കാട്ടുപന്നി കാറിന് കുറുകെ ചാടിയത്. കാറിൻ്റെ നിയന്ത്രണം വിട്ടു. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. റോഡിൻ്റെ ഇടതുവശത്ത് ഒരു കലുങ്കും ഒരു മതിലുമൊക്കെ ഉണ്ട്. ആ മതിലിലേക്കാണ് ഈ കാർ ഇടിച്ചത്. ഇടതുവശം ചേർന്ന് ഇടിക്കുകയായിരുന്നു. ഇടിച്ച ഉടൻ തന്നെ കാറിൽ നിന്നും പുക ഉയർന്നു. ഈ വണ്ടി ഓടിച്ചിരുന്ന തേക്കുതോട് സ്വദേശി ജിബിൻ ഉടൻ തന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങി. നിമിഷങ്ങൾക്കകം കാർ ആകെ തീ ആളി പടരുകയായിരുന്നു. ആ പ്രദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികം ആൾതാമസമില്ലാത്തൊരിടം കൂടിയാണ്. ആളുകൾ വിവരമറിഞ്ഞ് അവിടേക്ക് എത്തി. പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. കോന്നിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തി. പക്ഷേ അപ്പോഴേക്കും ആ കാർ പൂർണ്ണമായും കത്തിയിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തു. ഏതായാലും ജിബിൻ ഈ പുക ഉയരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ആ കാറിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നമുക്ക് അവിടെ ഒരു കലുങ്കും കാണാൻ സാധിക്കും. ആ കലുങ്കിലേക്ക് ഏതായാലും വാഹനം ഇടിച്ചു കയറിയില്ല. പകരം ഈ കാട്ടുപന്നി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടതുവശത്തേക്ക് വാഹനം മാറി അവിടെ കൽഭിത്തിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. വാഹനത്തിൻ്റെ ഇടതുവശം ചേർന്നാണ് ഇടിച്ചത്. ഉടൻ തന്നെ ഈ പുക വന്നതുകൊണ്ട് മുൻവശത്ത് നിന്നും പുക വരുന്നത് കണ്ട് ജിബിൻ പെട്ടെന്ന് തന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ അപകടം ഒഴിവായി. ഏതായാലും കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. ഈ മേഖലയിൽ ആ കാട്ടുപന്നികൾ സ്ഥിരമായി ഉള്ളതാണ്. അത് ഈ വാഹന യാത്രികർക്കാണ് വലിയ ഭീഷണിയാകുന്നത്. അപ്രതീക്ഷിതമായി കാട്ടുപന്നി റബ്ബർ തോട്ടത്തിൽ നിന്നും റോഡ് കുറുകെ കടക്കാനുള്ള ശ്രമം നടത്തും. റോഡിലേക്ക് അപ്രതീക്ഷിതമായി എടുത്തു ചാടും. ഇടിച്ചു കഴിഞ്ഞാൽ വാഹനം മറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇരുചക്ര വാഹന യാത്രികർക്കാണ് കൂടുതലും ഭീഷണിയുള്ളത്. ഒരു മതിലിൽ പോയി ഇടിച്ചതാ, കാട്ടുപന്നി കുറുകെ ചാടി. ആ കാട്ടുപന്നി അറിയുന്നുണ്ടോ ആ വണ്ടിക്ക് സംഭവിച്ചത്? ഒരു കാട്ടുപന്നി കാരണം എന്താ സംഭവിച്ചു നോക്കി. എത്ര ലക്ഷം രൂപയുടെ മുതലായി കിടക്കുന്നത്. കത്തി ചാമ്പലായിപ്പോയി എന്ന് പറയുന്നതാണ്. ഒന്നുമില്ല അതിനകത്ത് കിട്ടാൻ. ഈറ്റും ടയറും അടക്കം എല്ലാം കത്തി നശിച്ച് നാമാവശേഷമായിപ്പോയി. അതൊരു ഇലക്ട്രിക് കാറാണ്. കൊണ്ട് മതിലിടിച്ചതാണ്. മതിലിടിച്ച ഉടനെ സ്പാർക്കായി, ഷോർട്ടായി ഉടനെ കത്തിപ്പോകുന്ന സാഹചര്യമാണ്. നമ്മൾ വിചാരിച്ചത് ഈ പെട്രോൾ ഡീസൽ വണ്ടിയൊക്കെ ആയിരിക്കും പെട്ടെന്ന് കത്തിപ്പോകുന്നതെന്ന്. അങ്ങനെയല്ല. ഇലക്ട്രിക് വാഹനങ്ങളും ചിലപ്പോൾ ഇതെങ്ങനെയൊക്കെ സംഭവിച്ചാൽ കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രതികരണമുണ്ട്, നമുക്ക് അത് കൂടി ഒന്ന് കേൾക്കാം. ജോലി കഴിഞ്ഞ് ഇതിലേക്കൂടെ അങ്ങോട്ട് പോയ സമയത്ത് പന്നി കുറുകെ ആടി നിയന്ത്രണം വിട്ട് കലങ്കരിടിച്ച് അപകടം നടന്നതായിട്ട് അറിവ്. പക്ഷെ പുള്ളിക്കൊന്നും പറ്റിട്ടില്ലെന്നാണ് നമ്മൾ തിരക്കിയപ്പം അറിയാൻ കഴിഞ്ഞത്. വണ്ടി മൊത്തം കത്തി. വണ്ടി പൂർണ്ണമായും മൊത്തം കത്തി. ഒന്നുമേ ഇല്ല. നിയന്ത്രണം വിട്ട് ഇവിടുത്തെ കലങ്കിടിഞ്ഞിട്ടുണ്ട്. എറണാകുളത്തെ ജോലിയാണ്. അത് കഴിഞ്ഞ് പോകുമ്പോഴെന്നാണ് ഉത്സവം കഴിഞ്ഞ് പോകുന്ന പിള്ളേരാണ് ഇത് കണ്ട് ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചറിയിച്ച് ഫയർഫോഴ്സ് വന്നായിരുന്നു. ഇതാണ് അവിടുത്തെ ദൃക്സാക്ഷിയുടെ ഒരു പ്രതികരണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുക. കാട്ടുപന്നിയൊക്കെ കുറുകെ ചാടി എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് പിടിച്ചാൽ ബ്രേക്ക് കിട്ടത്തുമില്ല. ഈ പന്നിയുടെ മുകളിൽ കയറിയാൽ അത് സ്ലിപ്പ് ചെയ്ത് അപ്പുറത്ത് പോയി ഇടിക്കുകയും ചെയ്യും. ഇതാണ്, ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടി കത്തിപ്പോവുകയും ചെയ്യും. എന്താ ചെയ്യുക?